റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 3 ദിവസത്തോളം ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ ആഴ്ച അവസാനം ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലെ പല ഭാഗത്തും ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് മെറ്റ് ഓഫീസാണ് അറിയിക്കുന്നത്. തിങ്കളാഴ്ച വരെ മോശം കാലാവസ്ഥ തുടരും. പ്രതികൂല കാലാവസ്ഥ മൂലം പലയിടത്തും യാത്രാ തടസ്സം നേരിടും. പല ഭാഗത്തും വൈദ്യുതി മുടങ്ങും. തിങ്കളാഴ്ച 9 മണിവരെ യെല്ലോ വാർണിംഗ് തുടരും. വെയിൽസിലെ ഭൂരിഭാഗം പ്രദേശത്തും സ്കോട്ട്ലൻഡിന്റെ പല ഭാഗത്തും ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും. ഈ ആഴ്ച അവസാനം വെയിൽസ്, നോർത്തേൺ ഇംഗ്ലണ്ട് എന്നീ പ്രദേശങ്ങളിൽ ഏകദേശം 5 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയും വെള്ളപ്പൊക്കവും UK-യുടെ വിവിധ ഭാഗങ്ങളിൽ പുതുവത്സരാഘോഷത്തെ ബാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ഞുവീഴ്ച മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. ശക്തമായ കാറ്റും മഴയും ബോൾട്ടൺ, സൗത്ത് ആൻഡ് നോർത്ത് മാഞ്ചസ്റ്റർ, സ്റ്റാലി ബ്രിഡ്ജ് എന്നിവിടങ്ങളെ ബാധിച്ചു. തുടർച്ചയായി മഴ നിന്ന് ഇവിടെ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. പലരും വീടുകളിൽ കുടുങ്ങി. ചിലരുടെ വാഹനം വെള്ളത്തിലായി. ബോൾട്ടണിലും സ്റ്റോക്ക്പോർട്ടിലും വിഗണിലുമുണ്ടായത് ഗുരുതര പ്രതിസന്ധി. പുതുവത്സര തലേന്ന് തുടങ്ങി 2 ദിവസം നിന്ന മഴ ഷെഷെയറിലും ലങ്കാഷെയറിലും ബാധിച്ചു. പല റോഡുകളും ഗതാഗത തടസ്സം മൂലം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അടുത്തിരുന്ന പെൺകുട്ടി ചുമച്ചതിൽ പ്രകോപിതയായി സഹയാത്രികർക്കും ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും നേരെ അധിക്ഷേപ വാക്കുകൾ പറയുകയും ചെരുപ്പൂരി എറിയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 16 വയസ്സുകാരിയുടെ പരാക്രമം. ഒടുക്കം വിമാനം അടിയന്തരമായി നിലത്തിറക്കി. EasyJet വിമാനത്തിലാണ് യുവതിയുടെ പരാക്രമം. 27 രാത്രി തുർക്കിയിലെ അറ്റ്ലാന്റയിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് വരികയായിരുന്നു EasyJet വിമാനത്തിലാണ് കൗമാരക്കാരിയുടെ പരാക്രമം നടന്നത്. ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി ഇറ്റലിയിലെ ബാരി വിമാനത്താവളത്തിൽ ഇറക്കി. നിരവധി പേരുടെ ക്രിസ്മസ് ന്യൂ ഇയർ അവധിയാത്ര അലങ്കോലപ്പെടുത്തിയ യുവതിയെ പോലീസിന് കൈമാറി വിമാനം പിന്നീട് യാത്ര തുടർന്നു. US-ലെ ലൂസിയാന സംസ്ഥാനത്തെ ന്യൂ ഓർലിയൻസിൽ ട്രക്ക് ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റി നടത്തിയ വെടിവെപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് 42-കാരനായ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പോലീസ്. 15 പേർ കൊല്ലപ്പെടുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പിക്കപ്പ് ട്രക്ക് ഡ്രൈവറായ ഇയാളെ പോലീസ് വെടിവെച്ച് കൊന്നിരുന്നു. പുതുവർഷാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടത്തിലേക്കാണ് വാഹനം ഇദ്ദേഹം ഇടിച്ചു കയറ്റിയത്. US പൗരനായ ഇയാൾ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നുവെന്ന് FBI അറിയിച്ചു. ഇയാളുടെ വാഹനത്തിൽ IS പതാക ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജബ്ബാർ സൈന്യത്തിൽ IT സ്പെഷ്യലിസ്റ്റായാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. 2002 മോഷണത്തിനും 2005 അസാധുവായ ലൈസൻസുമായി വാഹനമോടിച്ചതിനും ജബ്ബാറിനെ അറസ്റ്റ് ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. 2022 രണ്ടാം ഭാര്യയിൽ നിന്ന് ജബ്ബാർ വിവാഹമോചനം നേടിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിന് കാരണമെന്നും നിഗമനം. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ പലപ്പോഴും സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിരുന്ന മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പാർലമെന്റിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് അറിയിക്കുന്നു. ബുധനാഴ്ചയാണ് അദ്ദേഹം തന്റെ തീരുമാനം അറിയിച്ചത്. ഗസയിൽ ഇസ്രായേൽ ഏകപക്ഷീയ ആക്രമണം തുടങ്ങിയ ശേഷം നെതന്യാഹു 2024 നവംബറിൽ ഗാലന്റിനെ സർക്കാരിൽ നിന്നും പുറത്താക്കിയിരുന്നു. പക്ഷേ സെനറ്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്തിയിരുന്നു. ഇപ്പോഴത്തെ പിൻവാങ്ങലോടെ ഗാലന്റ് രാഷ്ട്രീയ വിരാമം ഇടുകയാണ് എന്നാണ് സൂചനകൾ. ഗാലന്റ് പലപ്പോഴും നെതന്യാഹുവിനോടും തീവ്ര വലതുപക്ഷ മതപാർട്ടികളുടെ സഖ്യകക്ഷികളുമായും വിവിധ വിഷയങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. തീവ്ര ഓർത്തഡോക്സ് ജൂത പുരുഷന്മാർക്ക് നിർബന്ധ സൈനിക സേവനത്തിൽ നിന്ന് ഇളവുകൾ അനുവദിച്ചത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പാലക്കാട് ഡിവിഷന് കീഴിലുള്ള വിവിധ ട്രെയിനുകളുടെ സമയമാറ്റം സ്വതവേ കടുത്ത യാത്രാ ദുരിതം നേരിടുന്ന വടക്കൻ കേരളത്തിന് ഇരുട്ടടിയായി മാറി. ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ മംഗളൂരുവിലേക്ക് നീട്ടി കണ്ണൂരിന് വടക്കുള്ള കടുത്ത യാത്രാ ക്ലേശത്തിന് പരിഹാരം കാണണമെന്ന അഭ്യർത്ഥന ചെവിക്കൊള്ളാതെയാണ് നിലവിലുള്ള ട്രെയിനുകളുടെ സമയത്തിൽ അധികൃതർ മാറ്റം വരുത്തിയത്. കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് 1:25 കോയമ്പത്തൂർ പാസഞ്ചർ, 2:05 ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ, 2:15 ചെന്നൈ മംഗളൂരു എഗ്മോർ എക്സ്പ്രസ് എന്നിവ പുറപ്പെടുന്ന രീതിയിലാണ് സമയമാറ്റം. പിന്നീട് കണ്ണൂരിന് വടക്കോട്ടുള്ള ഏക ട്രെയിനായ പരശുറാം 5 മണിക്കാണ്. ആദ്യ 3 ട്രെയിനുകൾ 50 മിനിറ്റിനിടെ കോഴിക്കോട് നിന്ന് വടക്കോട്ട് പുറപ്പെടുമ്പോൾ അടുത്ത ട്രെയിനിന് ഇനി 2:45 മിനിറ്റ് കാത്തിരിക്കേണ്ടി വരും. നേരത്തെ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് 2:45 കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരുന്നത്. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. 73,588 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശേഷമുള്ള ആദ്യ 2 ദിനവും 1,00,000-ലധികം പേർ ദർശനം നടത്തിയിരുന്നു. അതേസമയം ശബരിമല സന്നിധിയിൽ നാദോപാസനയുമായി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരർ എത്തി നാദവിസ്മയം തീർത്തു. മക്കൾക്കൊപ്പമാണ് അയ്യപ്പ സന്നിധിയിൽ നാദോപാസന അർപ്പിക്കാനാണ് സംഗീത നാടക അക്കാദമി ചെയർമാൻ കൂടിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും സന്നിധാനത്ത് എത്തിയത്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുമാണ് തായമ്പക നയിച്ചത്. കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെളിനേഴി ആനന്ദും ഇടംതലയിലും വെളിനേഴി രാംകുമാർ, കീനൂർ സുബീഷ്, തൃശൂർ ശബരി, ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലം തലയിലും മട്ടന്നൂരിനെ അനുഗമിച്ചു. സ്കൂൾ പരീക്ഷകളുടെ ഗ്രേഡിംഗ് രീതിയിൽ മാറ്റം വരുന്നു. പരീക്ഷകൾ നിരന്തര മൂല്യനിർണ്ണയത്തിനായി SCRT സമർപ്പിച്ച മാർഗരേഖയിലാണ് ഇതിനുള്ള നിർദ്ദേശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിലവിൽ 75% മുതൽ 100% മാർക്ക് വരെ നേടുന്നവരെ
ഏറ്റവും മികവുള്ളവരെന്ന് രേഖപ്പെടുത്തുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പുതിയ രീതി പ്രകാരം 80% മുതൽ 100% മാർക്ക് വരെയുള്ളവരെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വിഭാഗത്തിൽ പരിഗണിക്കുക. നിലവിൽ 60 മുതൽ 74 വരെ ശതമാനം മാർക്കുള്ളവരെ വെരി ഗുഡ് ഗ്രേഡിലാണ് പരിഗണിക്കുന്നത്. പുതിയ രീതിയിൽ 60 മുതൽ 79% വരെ മാർക്കുള്ളവരായിരിക്കും ബി ഗ്രേഡിൽ ഉൾപ്പെടുക. 45 മുതൽ 59% വരെയുള്ളവർ നിലവിൽ ഗുഡ് ഭാഗത്തിലുള്ളത് ഇനി മുതൽ 40 മുതൽ 59% വരെ സി ഗ്രേഡിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം. 33 മുതൽ 44% വരെ മാർക്കുള്ളവരെയാണ് നിലവിൽ ഡി ഗ്രേഡിൽ പരിഗണിക്കുന്നത്. ഇത് 30 മുതൽ 39 വരെ ശതമാനം മാർക്കുള്ളവരാക്കാനാണ് പുതിയ നിർദ്ദേശം. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യക്കെതിരെ നാളെ തുടങ്ങുന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഓസ്ട്രേലിയൻ ടീം കളിക്കുന്ന ബാഗി പിങ്ക് തൊപ്പി ധരിച്ചാണ്. പരമ്പരാഗതമായി ടെസ്റ്റ് മത്സരങ്ങളിൽ ബാഗി ഗ്രീൻ തൊപ്പിയാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ ധരിക്കുന്നത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസീസ് 2-1 മുൻപിലാണ്. സിഡ്നിയിൽ നടക്കുന്ന മത്സരം സമനിലയിൽ അവസാനിച്ചാലും ഓസ്ട്രേലിയയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. ഒരു കലണ്ടർ ഇയറിലെ ആദ്യ ടെസ്റ്റിനാണ് ഓസ്ട്രേലിയ ബാഗി പിങ്ക് ധരിക്കുക. സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണത്തിന് മഗ്രാത്ത് ഫൗണ്ടേഷനെ സഹായിക്കുന്നതിനാണ് ഓസ്ട്രേലിയ ബാഗി പിങ്ക് ധരിക്കുന്നത്. ഓസ്ട്രേലിയൻ മുൻ സൂപ്പർ താരവും ക്രിക്കറ്റ് ഇതിഹാസവുമായ ഗ്ലെൻ മഗ്രാത്തിന്റെ സന്നദ്ധ സംഘടനയാണിത്. ഭാര്യ ജെയിൻ സ്തനാർബുദം ബാധിച്ച് അന്തരിച്ച ശേഷമാണ് ഗ്ലെൻ മഗ്രാത്ത് സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകിയത്. ക്യാൻസർ ബാധിതർക്ക് വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് മഗ്രാത്ത് ഫൗണ്ടേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതുവർഷത്തിൽ വിജയത്തോടെ തുടങ്ങി ആഴ്സണൽ. ബ്രെൻഫോർഡിനെ അവരുടെ മൈതാനത്ത് 3-1 എന്ന സ്കോറിനാണ് ആഴ്സണൽ മറികടന്നത്. ജയത്തോടെ ലീഗിൽ 2ാം സ്ഥാനത്തേക്കും ആർട്ടറ്റയുടെ ടീം മുന്നേറി. ആഴ്സണൽ നന്നായി തുടങ്ങിയ മത്സരത്തിൽ പക്ഷേ ബ്രെൻഫോർഡാണ് ആദ്യം മുന്നിലെത്തിയത്. ഡാംസ്കാരിന്റെ പാസിൽ നിന്ന് ഉഗ്രൻ ഫോമിലുള്ള ബ്രയാൻ എംപുമോ ആണ് റേയെ മറികടന്ന് അവർക്ക് മുൻതൂക്കം നൽകിയത്. തുടർന്ന് ഡേവിഡ് റയ മില്ലിമീറ്റർ വ്യത്യാസത്തിൽ നടത്തിയ മികച്ച ഒരു രക്ഷപ്പെടുത്തൽ മത്സരത്തിന്റെ പ്രധാനമായി ഗോൾ വഴങ്ങിയതോടെ ആക്രമിച്ചു കളിച്ച ആഴ്സണൽ 29ാമത്തെ മിനിറ്റിൽ സമനില കണ്ടെത്തി. തോമസ് പാർട്ടിയുടെ ഉഗ്രൻ ഷോട്ട് ഫ്ലൈക്കൽ തടഞ്ഞെങ്കിലും റീബൗണ്ടിൽ ഹെഡറിലൂടെ ഗബ്രിയേൽ ജീസൂസ് ആഴ്സണലിന് സമനില നൽകി. 106.76 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.